നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമെന്റിനെ പറ്റിയാണ്. എന്താണ് സിമെന്റ്, അതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സിമെന്റ്? സിമെന്റ് എന്ന് പറയുന്നത് ഒരു ബൈൻഡിങ് മെറ്റീരിയലാണ്. നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്ക്, നമ്മുടെ വീടാണോ എന്ത് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതിലുപയോഗിക്കുന്ന ഒരു ബൈൻഡിങ്, നമ്മുടെ അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ ബൈൻഡ് ചെയ്ത് നിർത്താൻ, ബ്രിക്കും മറ്റുമൊക്കെ ആയിട്ട് ബൈൻഡ് ചെയ്ത് നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് എന്ത്, സിമെന്റ് എന്ന് പറയുന്നത്. സിമെന്റ് നമുക്ക് എന്താണ്, ആഷ് കളേർഡ് ആയിട്ടുള്ള പൗഡർ ആയിട്ടായിരിക്കും, ഫൈൻ ഗ്രൗണ്ടഡ് പൗഡർ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അത് ഡിഫറെന്റ് ടൈപ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ചേഞ്ചസ് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ചേഞ്ച് ചെയ്ത് പല ആവശ്യങ്ങൾക്കായിട്ട് പല ഡിഫറെന്റ് ടൈപ്പ് സിമെന്റുകളും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഓർഡിനറി സിമെന്റിന്റെ കോമ്പോസിഷൻ, അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ലൈമാണ്. 62 to 67% ലൈമാണ്. സിലിക്ക 17 to 25% സിലിക്കയാണ്. അലൂമിന ഒരു 3 to 8% ഉണ്ട്. കാൽഷ്യം സൾഫേറ്റ് ഉണ്ട്, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ, സൾഫർ, ആൽക്കലീസ്. ഇതൊക്കെ ഈ മഗ്നീഷ്യ, അയൺ ഓക്സൈഡ്, സൾഫർ, ആൽക്കലീസ് ഒക്കെ ചെറിയ എമൗണ്ടിലായിരിക്കും ഓർഡിനറി സിമെന്റിൽ ഉണ്ടാവുക. പ്രധാനമായിട്ട് ഉണ്ടാവുന്നത് എന്താണ്, ലൈമും സിലിക്കയാണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് പോവാം. മാനുഫാക്ചർ ചെയ്യാൻ 2 മെത്തേഡുകളാണ് ഉള്ളത്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വെറ്റ് പ്രോസസ്. വെറ്റ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയൽസ് ഗ്രൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഗ്രൈൻഡ് ചെയ്യുകയോ മിക്സ് ചെയ്യുന്നത് എന്തിന്റെ പ്രസൻസിലായിരിക്കും, വാട്ടറിന്റെ പ്രസൻസിലായിരിക്കും. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് റോ മെറ്റീരിയൽസ് മിക്സ് ചെയ്യുന്നതും ഗ്രൈൻഡ് ചെയ്യുന്നതും വാട്ടറിന്റെ പ്രസൻസിലായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രൈ പ്രോസസ്. ഡ്രൈ പ്രോസസ്സിൽ നമ്മുടെ മെറ്റീരിയൽസ് ഗ്രൈൻഡ് ചെയ്യുന്നതും മിക്സ് ചെയ്യുന്നതും, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഗ്രൈൻഡ് ചെയ്യുന്നതും മിക്സ് ചെയ്യുന്നതും എന്ത് സ്റ്റേറ്റിലായിരിക്കും, ഡ്രൈ സ്റ്റേറ്റിലായിരിക്കും. നമ്മളിപ്പോൾ യൂഷ്വലി ഉപയോഗിക്കുന്നത്, ഇപ്പോഴത്തെ ഫാക്ടറീസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഡ്രൈ പ്രോസസ് ആണ്. എന്തുകൊണ്ടാണ് ഡ്രൈ പ്രോസസ് യൂസ് ചെയ്യുന്നുള്ളത് വഴിയെ പറയാം. അപ്പൊ ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡ്രൈ പ്രോസസ് ആണ്. ഓക്കെ, അപ്പോ ഡ്രൈ പ്രോസസ് ആദ്യം അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ഓരോ സ്റ്റെപ്പ് ഞാൻ പറയാം. ഇതാണ് അതിന്റെ ഓവറോൾ പ്രോസസ്സിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പ്രോസസ്. അപ്പോ നമുക്ക് ആദ്യം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാൽക്കേരിയസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ അല്ലെങ്കിൽ ചോക്ക്, അതുപോലെ അർജിലേഷ്യസ് മെറ്റീരിയൽ ആയിട്ടുള്ള ക്ലേ അല്ലെങ്കിൽ ഷെയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്വാറികളിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ നിന്ന്, ക്വാറികളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുവരും. കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ പ്ലാന്റിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ഇത് സിമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാന്റിലേക്ക് കൊണ്ടുവരും. പ്ലാന്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യും, അതിനെ സെപ്പറേറ്റ് ക്രഷ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, മെറ്റീരിയൽ കൊണ്ടുവന്നു ക്രഷ് ചെയ്യുന്നു. അത് നമുക്ക് ഒരു രീതി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് ലോറികളിലും വലിയ വലിയ വണ്ടികളിലൊക്കെ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് ഡയറക്റ്റ്ലി എങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കാരണം ഈ ക്രഷ് ചെയ്യാന്ന് പറയാൻ കാരണം നമുക്ക് കോറികളിലൊക്കെ കിട്ടുന്നത് വലിയ വലിയ പീസുകളായിരിക്കും, വലിയ കട്ടകളായിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, കോറികളിൽ നിന്നും ഈ റോ മെറ്റീരിയൽസ് കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ, ആദ്യം ക്രഷ് ചെയ്യണം. ക്രഷ് ചെയ്യാനായിട്ട് ഈ കൊണ്ടുവരുന്ന ലോറിയിൽ നിന്ന് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ക്രഷറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കൺവെയർ ബെൽറ്റുകൾ വഴി എന്ത് ചെയ്യാം, നമുക്ക് ക്രഷറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആദ്യം ക്രഷ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ക്രഷ് ചെയ്യുക. ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ കിട്ടിയപ്പം ക്രഷ് ചെയ്യുമ്പോഴത്തേക്ക് 25 mm സൈസിലേക്കാണ് നമ്മൾ ക്രഷ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിനെ ഫൈനായിട്ട് എന്ത് ചെയ്യും, ഗ്രൈൻഡ് ചെയ്യും. ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ നമ്മൾ ബോൾ മില്ലുകളോ ട്യൂബ് മിൽസോ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ ബോൾ മിൽസിന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളൊരു ബോൾ മില്ല് എന്ന് പറയുന്നത്. ഇതൊരു സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ ഉള്ളിൽ കുറെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോൾസ് ഉണ്ട്. യൂഷ്വലി സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോൾസ് ആണ്, അല്ലെങ്കിൽ സെറാമിക് ബോൾസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാലും സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ആണ് യൂഷ്വലി ഉപയോഗിക്കുക. ഇതെന്ത് ചെയ്യും, ഈ
ഈ ഒരു സിലിണ്ടർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി എന്ത് ചെയ്യും, ഹൊറിസോണ്ടലി ഇത് റൊട്ടേറ്റ് ചെയ്യും, ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ് നമുക്കിപ്പോ ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന മെറ്റീരിയൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും, ഇതിന്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഇത് അടച്ചിട്ട് ഹൊറിസോണ്ടലി നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഫൈനായിട്ട് എന്ത് ചെയ്യും, ഗ്രൈൻഡ് ചെയ്തെടുക്കും. അങ്ങനെയാണ് നമ്മൾ ബോൾ മിൽസിൽ ചെയ്യുന്നത്. ബോൾ മിൽസ് എന്ന് പറയാൻ കാരണം അതിനകത്ത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോൾസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ട്യൂബ് മില്ലുകളാണ്. ട്യൂബ് മിൽസ് എന്ന് പറയുന്നത് ഇതാണ് ആ ട്യൂബ് മിൽ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ മെറ്റീരിയൽസ് ഈ ക്രഷ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇതിന്റെ അകത്ത് ഇവിടെ പറഞ്ഞ പോലെ ബോൾസുകളോ വേറെ ഒന്നുമില്ല. ഇതിന്റെ അകത്ത് ക്രഷ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് ലൈക്ക് എന്തെങ്കിലും ബ്ലേഡുകളോ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ മെറ്റീരിയൽസ് ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ക്രഷ് ചെയ്തു, പിന്നെ നമ്മളിത് ഫൈനായിട്ട് എന്ത് ചെയ്തു, ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, മെറ്റീരിയൽസിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യും. നമ്മൾ ഈ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത് സിലോസുകളിലാണ്. എന്തിലാണ്? സിലോസുകളിലാണ് നമ്മൾ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത്. മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്തതിന് ശേഷം നമുക്ക് എപ്പോഴാണ് ഉണ്ടാക്കേണ്ടത് ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, എടുത്തിട്ട് മിക്സ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള പ്രപ്പോർഷനിൽ എന്ത് ചെയ്യും, മെറ്റീരിയൽസിനെ മിക്സ് ചെയ്യും. നമ്മുടെ ചാനൽസ് വഴി കൊണ്ടുവന്ന് നമുക്ക് ആവശ്യമുള്ള പ്രപ്പോർഷനിൽ എന്ത് ചെയ്യും, മെറ്റീരിയൽസിനെ എന്ത് ചെയ്യും, മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീ ഹീറ്റിംഗ് ആണ്. ഒരു 800 ഡിഗ്രി സെന്റിഗ്രേഡിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രീ ഹീറ്റ് ചെയ്യുന്നത് എന്തിലാണ്, ഒരു പ്രീ ഹീറ്റ് ടവറിലാണ്, അല്ലെങ്കിൽ അതിനെ സസ്പെൻഷൻ പ്രീ ഹീറ്റ് ടവർ എന്ന് പറയാം, പ്രീ ഹീറ്റർ എന്ന് പറയാം. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ഈ മിക്സ് ചെയ്ത റോ മെറ്റീരിയല് നമ്മൾ ഈ കൺവെയർ ബെൽറ്റ് വഴി നമ്മളിങ്ങനെ മുകളിൽ കൊണ്ടുവരും. എന്നിട്ട് താഴേക്ക് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഹോട്ട് 800 ഡിഗ്രി സെന്റിഗ്രേഡ് ഉള്ള ഹോട്ട് ഗ്യാസസ് നമ്മൾ എന്ത് ചെയ്യും, ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് താഴെ എത്തുമ്പോഴത്തേക്ക് മെറ്റീരിയൽ എന്തായിരിക്കും, അത് ഹീറ്റഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇത് 2 ഫാക്ടറീസിലെ ഈ പ്രീ ഹീറ്റേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. മെറ്റീരിയൽസ് കടത്തിവിടും, ഇവിടെ വെച്ചിട്ട് ഹോട്ട് ഗ്യാസ് കടത്തിവിട്ട് അതിനെ പ്രീ ഹീറ്റ് ചെയ്തെടുക്കും. ഓക്കെ, ഇതൊരു ഫിഗർ ആണ്. ഓക്കെ, പ്രീ ഹീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ മെറ്റീരിയൽസിനെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. എന്താണ്, റോമിക്സ് ആണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. സ്റ്റോർ ചെയ്തതിനു ശേഷം പിന്നീട് നമ്മൾ കൊണ്ടുപോകുന്നത് റോട്ടറി ക്ലീനിലേക്കാണ്. റോട്ടറി ക്ലീനിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, കംപ്ലീറ്റ് ഹീറ്റിംഗ് പ്രോസസ്സ് സംഭവിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, റോട്ടറി ക്ലീനിൽ വെച്ചിട്ടാണ്. കംപ്ലീറ്റ് റോട്ടറി ക്ലീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് പറയുന്നത് നമ്മൾ ആദ്യം ഈ പ്രീ ഹീറ്റ് ചെയ്യുന്നില്ലേ, പ്രീ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹോട്ട് ഗ്യാസ് ഒക്കെ കടത്തിവിട്ട് പ്രീ ഹീറ്റ് ചെയ്യും. പ്രീ ഹീറ്റ് ചെയ്ത മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും, മിക്സിനെ നമ്മൾ എന്ത് ചെയ്യും, ക്ലിങ്കർ എന്ത് ചെയ്ത് ഇതിലേക്ക് വിടും, റോട്ടറി ക്ലീനിലേക്ക് വിടും. അപ്പോൾ ഇതിന്റെ ഒരു സ്കീമാറ്റിക് ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റോട്ടറി ക്ലീൻ എന്ന് പറയുന്നത്. ഈ റോട്ടറി ക്ലീൻ ഒരു സിലിണ്ടർ ആണ്, റിഫ്രാക്ടറി ലൈനിങ് ഒക്കെ ഒരു സിലിണ്ടർ ആണ്. സിലിണ്ടർ ഡയമീറ്റർ 3 to 8 മീറ്റേഴ്സ് ഡയമീറ്ററും 30 to 200 മീറ്റർ ലെങ്ത് ഒക്കെ വരുന്ന ഒരു സിലിണ്ടർ ആണ്. അപ്പോ അത് മാത്രമല്ല ഇത് എന്ത് ചെയ്യും, ഇത് കുറച്ച് ഇൻക്ലൈൻഡ് ആയിരിക്കും. കാരണം ഈ സൈഡിൽ കൊടുക്കുന്ന മെറ്റീരിയൽസ് ഇങ്ങനെ എൻഡിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് ഇൻക്ലൈൻഡ് ആയിരിക്കും മെറ്റീരിയൽസ് ഇതിന്റെ ഒരു ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അത് കുറച്ച് സപ്പോർട്ട്സ് ഒക്കെ വെച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇത് റൊട്ടേറ്റിംഗും ആയിരിക്കും. ഈ നമ്മൾ ഈ ഒരു ക്ലീൻ നോക്കുമ്പോഴത്തേക്കിനകത്ത് കുറച്ച് സോണുകൾ കാണാൻ പറ്റും. എന്ന് പറയുന്നത് ആദ്യം ഡ്രൈയിങ് സോൺ ആണ്, രണ്ടാമത് ബേണിംഗ് സോൺ അല്ലെങ്കിൽ അതിനെ കാൽസിനേഷൻ സോൺ എന്ന് പറയാം. ഈ കാണുന്നതിന് ക്ലിങ്കറിംഗ് സോൺ ആണ്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ മെറ്റീരിയൽസ് കടത്തി വിടുമ്പോഴത്തേക്ക് ആദ്യം ഡ്രൈയിങ് സോണിൽ എത്തുമ്പോഴത്തേക്ക് ഡ്രൈ ആവും. അതിനുശേഷം ഇപ്പുറത്തെ സോണിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സോണിലേക്ക് എത്തുമ്പോഴത്തേക്കും അതൊരു 1000 ഡിഗ്രി to 1200 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ എന്ത് ചെയ്യും, ബേൺ ചെയ്യും. ഈ ബേണിംഗ് ചെയ്യുന്ന സമയത്ത് കുറെ കെമിക്കൽ പ്രോസസ്സുകൾ, റിയാക്ഷൻസ് ഇതിനുള്ളിൽ നടക്കും. കാർബണേഷൻ പോലുള്ള പല റിയാക്ഷൻസ് ഇതിൻ്റെ ഉള്ളിൽ നടന്ന് പല കോമ്പൗണ്ടുകൾ, ബോക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയാം, പല കോമ്പൗണ്ടുകൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത് കടന്നു വരുമ്പോൾ ഈ ഒരു സോണിൽ എത്തുമ്പോഴത്തേക്ക്, ക്ലിങ്കറിംഗ് സോണിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ബേണിംഗ് ആയിരിക്കും. ഒരു 1400 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് ബേൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ
ഈ ഒരു ക്ലിങ്കറിങ് സോണിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ സിമെന്റ് ആയിട്ടുണ്ടാവും. പക്ഷെ അത് ആയിട്ടുണ്ടാവുന്നത് കുറെ കട്ടകളുടെ ഫോംസിലായിരിക്കും. ആ കട്ടകളാണെങ്കിൽ നമ്മൾ എന്ത് പറയാ, ക്ലിങ്കേഴ്സ് എന്ന് പറയാം. കുറെ പീസ് കുറെ കട്ടകളുടെ ഫോമിലായിരിക്കും കിട്ടുന്നുണ്ടാവും. അതിന് നമ്മൾ ക്ലിങ്കേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ക്ലിങ്കറിങ് സോണിലെത്തി. ക്ലിങ്കറിങ് സോണിലെത്തി നല്ല ഹീറ്റ് ആയിട്ട് ഇരിക്കുന്ന സാധനമാണ് നമ്മൾ ക്ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. ക്ലിങ്കേഴ്സ് നമ്മൾ സിമെന്റ് ആക്കണമല്ലോ, പൗഡർഡ് ഫോമിലാക്കണം. അപ്പൊ ക്ലിങ്കേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ കൂൾ ചെയ്യും. കൂൾ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ലോവർ ചെയ്യും. ഒരു 95°C വരെയൊക്കെ ടെമ്പറേച്ചർ ലോവർ ചെയ്യും. ടെമ്പറേച്ചർ ലോവർ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, ക്ലിങ്കേഴ്സിന് ആദ്യം എന്ത് ചെയ്യും, പൊടിക്കും, ഗ്രൗണ്ട് ചെയ്യും. പൊടിക്കാനായിട്ട് അതിനു മുന്നേ നമ്മൾ അതിലേക്ക് ജിപ്സം ആഡ് ചെയ്യും. എന്ത് ആഡ് ചെയ്യും, ജിപ്സം ആഡ് ചെയ്യും. 2 to 3% ജിപ്സം ആഡ് ചെയ്യും. ജിപ്സം ആഡ് ചെയ്യുന്നത് നമ്മുടെ സെറ്റിംഗ് ടൈം, സിമെന്റിന്റെ സെറ്റിംഗ് ടൈം ഒക്കെ റെഗുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. ജിപ്സം ആഡ് ചെയ്ത് നമ്മൾ ക്ലിങ്കേഴ്സിന് എന്ത് ചെയ്യും, ബോൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിക്കും. ബോൾ മില്ലിനകത്ത് കണ്ട ബോൾ മില്ലിൽ തന്നെ പൊടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ സിമെന്റിനെ ഇവിടെ സ്റ്റോർ ചെയ്യും, സിലോസുകളിൽ സ്റ്റോർ ചെയ്യും. സിമെന്റുകളിനെ സിലോസുകളിൽ സ്റ്റോർ ചെയ്യും. ഇതാണ് സിലോസുകൾ എന്ന് പറയുന്നത്. ഇത് കുറെ കമ്പാർട്ട്മെന്റ് ഉള്ള, മൾട്ടി കമ്പാർട്ട്മെന്റ് ഉള്ള സിലോസുകളാണ്. ഇതിലാണ് നമ്മൾ സിമെന്റുകൾ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത സിമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പാക്കിംഗ് പ്ലാന്റിലേക്ക് കൊണ്ടുപോയി പാക്ക് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളൊരു സിമെന്റ് ഡ്രൈ പ്രോസസ്സ് വഴി മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു, മെറ്റീരിയൽ സെപ്പറേറ്റ് ക്രഷ് ചെയ്തു, പിന്നെ ഗ്രൈൻഡ് ചെയ്തു, സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ള പ്രപ്പോർഷൻ എന്ത് ചെയ്തു, മിക്സ് ചെയ്തു, പ്രീ ഹീറ്റ് ചെയ്തു, പിന്നെ റോട്ടറി ക്ലീനിൽ വെച്ചിട്ട് പിന്നെയും കുറെ ഹീറ്റ് ചെയ്ത് ക്ലിങ്കേഴ്സ് ഫോം ചെയ്തു. ക്ലിങ്കേഴ്സ് നമ്മൾ കൂൾ ചെയ്ത് ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യും, ജിപ്സം കൂടെ ആഡ് ചെയ്ത് ഗ്രൗണ്ട് ചെയ്ത് സിമെന്റിൽ സ്റ്റോർ ചെയ്യും. സിമെന്റ് നമുക്ക് ഫൈൻ ഗ്രൗണ്ട് ആയിട്ട് പൗഡർ ആയിട്ടുള്ള നമ്മൾ സിമെന്റ് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്രൈ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വെറ്റ് പ്രോസസ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ വെറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, മെറ്റീരിയൽ, ഈ അർജിലേഷ്യസ് മെറ്റീരിയലായ ക്ലേ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതും ബാക്കി പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ഒരു സ്ലറി ഫോമിലായിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യുന്ന ബേണിംഗ് സമയത്തൊക്കെ അതെന്തായിരിക്കും, കുറച്ച് കഷ്ടമായിരിക്കും. കാരണം ബേണിംഗ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉണ്ടായിരിക്കും, കുറച്ച് പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വെറ്റ് പ്രോസസ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കാത്തത്. ആ ഒരു ബേണിംഗ് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാത്തത്, വെറ്റ് പ്രോസസ്സ് ഇപ്പൊ യൂസ് ചെയ്യാത്തത്. ഇപ്പൊ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡ്രൈ പ്രോസസ്സാണ്. ബാക്കി എല്ലാ സ്റ്റെപ്പും സെയിം തന്നെയാണ്. നമ്മൾ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് ബാക്കി എല്ലാ പ്രോസസ്സും എന്താണ്, സെയിം തന്നെയാണ്. എന്തിലും വെറ്റ് പ്രോസസ്, ജസ്റ്റ് ഇത് സ്ലറി ആയിട്ട് അതിൽ കിട്ടുക എന്ന പ്രധാന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സിമെന്റ് എന്താണ്, സിമെന്റിന്റെ കോമ്പോസിഷൻ, അതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്, അതാണ് നോക്കിയത്. ഓക്കെ, താങ്ക് യു. Baby.